ഹായ് എവരി വൺ. അപ്പം നമ്മുടെ ഭൂട്ടാനിലെ 4th ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കാഴ്ചകൾ കാണുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ല എഗ്ഗ് ബുർജി ഉണ്ടായിരുന്നു, പിന്നെ ആലു പൊറോട്ട, പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ആലു പൊറോട്ട, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും, പിന്നെ പോഹ ഉണ്ടായിരുന്നു, അവൽ നമ്മൾ ഉപ്മാവ് പോലെ ആക്കിയത്, അതും കഴിച്ചു. പിന്നെ എന്തായിരുന്നു, നമുക്ക് നല്ല ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കോഫി, കട്ടൻ ചായ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ പതിവുപോലെ നമ്മുടെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ Good morning to you all. Just now we are heading towards Buddha Point. After that we will visit Hindu temple, and after that we will visit Simply Bhutan. Simply Bhutan, it is our live showcased. So there they will show how our traditional house were built, how our culture were introduced. They will be, our national game will be there. They will offer some tea, our traditional tea, plus they will dance. I will show all there. And after that we will visit Dakin Preserve Zoo, our national animal. After that we will visit Sabji Bazar, vegetable market, for a short time. And uske baad we will go by lunch, and we have one traffic light, not a traffic light, it's a traffic man. We will go there and we will have picture, and we will move towards the Paro. Okay? അപ്പോൾ നമുക്കിന്ന് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ആദ്യം പോകുന്നത് ഗോൾഡൻ സ്റ്റാച്യൂയിലേക്കാണ്. അതായത് നമ്മളിപ്പം തിംഫുവിലാണല്ലോ. തിംഫുവിലെ ഏറ്റവും വലിയ ഒരു സ്റ്റാച്യു ആണ്, അതായത് ഭൂട്ടാനിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സ്റ്റാച്യു ആണ് ഈ ഗോൾഡൻ സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ ബുദ്ധയുടെ സ്റ്റാച്യു ആണ്. അപ്പോൾ അത് കാണാനാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞ് കുറേ സ്ഥലങ്ങളുണ്ട് ഇന്ന് നമ്മൾ കാണാൻ. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ആ സ്റ്റാച്യു. കണ്ടോ, എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. ഒരു വലിയ മൗണ്ടൻ്റെ മുകളിലാണ് ഈ സ്റ്റാച്യു പണിതിരിക്കുന്നത്. വളരെ അടുത്ത കാലത്ത് പണിതതാണ് അത്. അതായത് 2006 പണി തുടങ്ങി 2010 സെപ്റ്റംബർ 2016 ഓൾമോസ്റ്റ് 2016 ആയപ്പോഴാണ് പണി തീർന്നത്. Collect 500 rupees each from you guys. അപ്പോൾ എന്താ പറഞ്ഞു തന്നത്, അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തി. വളരെ അടുത്തായിരുന്നു, നമ്മുടെ ഹോട്ടലിൽ നിന്ന് വളരെ അടുത്തിട്ടാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അകത്ത്, അതായത് ഈ സ്റ്റാച്യൂവിനകത്ത് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ അലൗഡ് അല്ല, അതിൻ്റെ പുറത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ആൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഗൈഡ് പോയിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് 500 റുപ്പീസ് വെച്ചിട്ടാണ് എല്ലാവർക്കും. പക്ഷേ ഇതൊരു വർത്തുള്ള സ്ഥലമായിരുന്നു. നമ്മൾ 500 റുപ്പീസ് ടിക്കറ്റ് എടുത്താലും ഇത് ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതായത് ഇത് മൗണ്ടൻ്റെ മുകളിൽ ഇതെല്ലാം പൊട്ടിച്ച് മൗണ്ടൻ ലെവൽ ചെയ്തിട്ട് അവിടെ നല്ല ഇത് കണ്ട ഫ്ലോറ് കണ്ടു കഴിഞ്ഞാൽ നല്ല സ്റ്റോൺസ് വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലോറാണ്. എന്ത് ഹൈറ്റിലാണെന്നറിയാമോ ഈ സ്റ്റാച്യു പണിതിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു ഏരിയ ആണ്. അങ്ങനെ വലിയ ഫുഡ് കോർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതാ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കിട്ടി. ഇതാണ് ആ ടിക്കറ്റ്, ഇതിലേക്കുള്ള പാസ്സാണ്. അപ്പം അതൊക്കെ എടുത്തിട്ട് ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 177 ഫീറ്റ് ഹൈറ്റിലുള്ള സ്റ്റാച്യു ആണ്. അതായത് നമ്മുടെ ഏകദേശം 54 മീറ്ററോളം ഹൈറ്റിൽ വരും ഈ സ്റ്റാച്യു. ഭയങ്കര രസമാണ് കാണാൻ. ഇത് ബ്രോൺസും ഗോൾഡും കൂടെ പ്ലേറ്റഡ് ആയിട്ടുള്ള വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Here, in 12th century, it was prophesied by a person called Sonam Zampo. Either a large statue of Buddha or Guru. Do you see Guru in Punaka, right? Or Doji Phutpa. It is the local deity. In order to have peace, prosperity and happiness in our country. In 12th century, it was prophesied. As per the prophesied, a person called Naman Sriwangdi, he constructed this temple. അപ്പോൾ ഗൈഡ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ബുദ്ധ സ്റ്റാച്യു ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കിങ്ങിൻ്റെ, അതായത് 4th കിങ്ങിൻ്റെ 60th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഏകദേശം $47 മില്യൺ ഒരു 100 മില്യൺ മണിയായി ചിലവ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിംഗപ്പൂർ ബിസിനസ്മാനും ഒരു മലേഷ്യയിലെ ബിസിനസ്മാനും കൂടി ചേർന്നിട്ടാണ് ഇത് പണിതിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആർക്കിടെക്റ്റിനെ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് പണിതിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ബുദ്ധ സ്റ്റാച്യുവിന് പറയുന്ന ശാക്യമുനി ബുദ്ധ സ്റ്റാച്യു എന്നാണ് പറയുന്നത്. ഇതിൽ ഏകദേശം
ഇതിനകത്ത് ഈ ബുദ്ധയുടെ സ്റ്റാച്ചുവിനകത്ത് ഒരു 1,25,000 സ്മോൾ ബുദ്ധ സ്റ്റാച്യൂസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അതായത് അതുകൊണ്ടാണ് നമുക്ക് അകത്തോട്ടുള്ള കാഴ്ചയില്ല, നമുക്കിതിനെ പുറത്തു നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഭയങ്കര നല്ല രസമായിട്ടുള്ള സ്റ്റാച്ചു ആണ്. അവിടുത്തെ വെതറാണെങ്കിൽ തന്നെയും നല്ല മനോഹരമായ വെതറാണ്. നല്ല തണുത്ത കാറ്റും ഒക്കെയാണ്. ഫുൾ ഗോൾഡ്, നമ്മൾ കണ്ട ഒരു ഗോൾഡിൽ സ്റ്റാച്ചു ഉണ്ടാക്കുന്നത്, ഫുൾ ഗോൾഡ് അല്ല, ഗോൾഡ് പ്ലേറ്റഡ് ആണ്. നല്ല പണിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ റീസെൻ്റായിട്ട് പണിതിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഭംഗിയും ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈലും ഒക്കെ കണ്ടാൽ തന്നെ പറയാൻ പറ്റും. അത് ഇവിടെ നിന്ന് ഈ തെമ്പുവിൻ്റെ ഒരു മൗണ്ടൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ ഈ തിംഫു മുഴുവൻ നല്ല ക്ലീനായിട്ട് കാണാൻ പറ്റും. കാരണം അത്രയും ഹൈറ്റിലാണ് ഈ സ്റ്റാച്ചു പണിതിരിക്കുന്നത്. അങ്ങനെ ഈ ഇവിടുത്തെ കിങ്ങിൻ്റെ 60th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഈ സ്റ്റാച്ചു പണിതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പീസ്, കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു തീമൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് കയറി ഓൾമോസ്റ്റ് ഇതിൻ്റെ അടുത്ത് പോയി പിന്നെ ഇതിനകത്ത് നമുക്ക് കയറാം. അങ്ങനെ നമ്മളിത് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് മുഴുവൻ നമുക്കിങ്ങനെ എന്തോ ഇങ്ങനെ മന്ത്രം ചൊല്ലുന്ന ഒരു സൗണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ താഴെ മുഴുവൻ മോങ്സ് ഇല്ലേ, അതായത് ഈ ബുദ്ധമത വിശ്വാസികളായിട്ട് ഇതിലേക്ക് കൺവേർട്ട് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ മോങ്സുകൾക്ക് അവരുടെ ക്ലാസ്സോ അവരുടെ എന്തൊക്കെയോ മന്ത്രങ്ങളോ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ താഴെ. ഇതാണ് ആ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. നമ്മൾ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് ചെല്ലുമ്പം ഇതാണ് ആ വ്യൂ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനത്തെ ചെറിയ ചെറിയ കുറേ സ്റ്റാച്ചുകളുണ്ട്. എല്ലാം മനോഹരമായി പണിതിട്ടുണ്ട്. ശരിക്കും കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല പ്ലാൻ ചെയ്ത് കുറേ നാൾ എന്തായാലും ആർക്കിടെക്ചർ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ചെയ്യിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കാം. ഇനിയും നമുക്കിത് സ്റ്റെപ്സ് കയറി പോകാനുള്ളത് ഈ സ്റ്റാച്ചുവിനകത്തേക്കാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല. പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ സ്റ്റാച്ചുവിൻ്റെ അകത്തേക്ക് പോകുന്നതിൽ. അപ്പോൾ നമ്മൾ എഗെയിൻ മുകളിലേക്ക് കയറുവാണ്. ഇനി അകത്തേക്ക് കയറിയിട്ട് ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെയാണ് അവരിങ്ങനെ ഒരു പന്തൽ പോലെയൊക്കെ കെട്ടി ഇതിനകത്ത് എത്രമാത്രം ആൾക്കാരാണെന്നറിയാം. കുഞ്ഞു കുട്ടി തൊട്ടുണ്ട്, വളരെ ചെറിയ കുട്ടികൾ തൊട്ട് നല്ല ഏജ്ഡായിട്ടുള്ള ആൾക്കാർ വരെ ഇവിടെ നിന്നിട്ട് ഈ മന്ത്രം അതുപോലെ ഒരേപോലെ ചെല്ലുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇവരൊരു ശംഖൊക്കെ ഊതുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസം അത് കേൾക്കാൻ. അത് എല്ലാവരും ഒരുപോലെ സ്റ്റോപ്പ് ചെയ്യും. കണ്ടോ, ഇത് കണ്ട് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഊതും. അത് നമ്മുടെ ഇവിടെ നാദസ്വരം, അമ്പലങ്ങളിൽ ശംഖ്, നാദസ്വരം ഇതൊക്കെയാണ്. അതുപോലെയുണ്ട്. നമുക്ക് ഇവിടേക്ക് ഷൂ ഊരിയിട്ടിട്ട് വേണം അകത്ത് കയറാൻ. സോക്സ് അലൗഡാണ്. പക്ഷേ തലയിൽ ക്യാപ്പ്, ക്യാമറ, പിന്നെ ഡ്രസ്സായാലും നമ്മൾ ഫുൾ കവേർഡ് ആയിരിക്കണം. ഹാഫായിട്ടുള്ള ഷോർട്ട്സ് അങ്ങനത്തെ ഒന്നും അലൗഡ് അല്ല. അവർ ഡ്രസ്സായാലും നമ്മുടെ കാലിൻ്റെ ഭാഗം കാണാൻ പറ്റാത്ത വിധത്തിൽ വേണം ഡ്രസ്സ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അകത്ത് ഭയങ്കര രസമായിട്ടോ, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് ഇവരകത്തും ഈ മന്ത്രം ചൊല്ലുന്നുണ്ട്. ഈ പുറത്ത് കാണുന്നവരെ അകത്തിരുന്നിട്ടാണ് ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. കുറേ സ്റ്റാച്ചു, 2 ഫ്ലോർ ഫുള്ള് ചെറിയ 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 ബുദ്ധൻ്റെ സ്റ്റാച്ചു വെച്ചിരിക്കണം. അതും ഗോൾഡൻ പ്ലേറ്റഡ് സ്റ്റാച്ചു ആണ്. ഈ സെയിം കാണുന്ന പോലത്തെ സ്റ്റാച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. അവരതിനെ 7 കാര്യങ്ങൾ, 7 അവസ്ഥകൾ ഓഫ് നമ്മുടെ ലൈഫ്, അങ്ങനെ കുറേ ഇടത്ത് കുറേ കമ്പാരിസൺ പറയുന്നുണ്ട്. പക്ഷേ എവിടെ പോയാലും ഇവരിങ്ങനെ വെള്ളം വെച്ചിരിക്കും. ഈ വെള്ളത്തിൻ്റെ ഒരു അനക്കം കണ്ടോ, അത്രയും കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളത്തിൽ അങ്ങനെ കാണുന്നത്. ഇവിടെ നിന്ന് കാണാനുള്ള കാഴ്ച അതിമനോഹരമായ കാഴ്ച, നല്ല ഭംഗി, നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് ഇവരുടെ ഈ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവരിങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് ഇവർ ആഹാരമൊക്കെ കഴിക്കുന്നു. എന്തെങ്കിലും ഇവരുടെ മതപരമായ എന്തെങ്കിലും ചടങ്ങുകളായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണുമ്പം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇവർ കുറേ സാധനങ്ങൾ, ഫ്രൂട്ട്സുകൾ ഇതൊക്കെ ഇങ്ങനെ അടുക്കി അവിടെ വെച്ചിട്ട് പ്രെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവർ ചാറ്റിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ കയറി ബുദ്ധ സ്റ്റാച്ചു എല്ലാം കണ്ടിട്ട് അകത്തുനിന്ന് കയറി ഞങ്ങൾ ഇറങ്ങി വരുമ്പം ഇങ്ങനെ ഇവർ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവർ ഇറങ്ങുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് പറയുക, ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാൻ പോയില്ലേ, അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കുറേ പ്രെയറും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഏകദേശം അതുപോലൊക്കെ തന്നെ തോന്നിയിരുന്നു കണ്ടപ്പോൾ. അത് കണ്ടല്ലോ, അത് ഇങ്ങനത്തെ സ്റ്റാച്ചുകളാണ്, നല്ല ഭംഗിയായിട്ടാണ് പണിതിരിക്കുന്നത്. ഏതായാലും ഈ സ്റ്റാച്ചുവിൻ്റെ ഫേസ് കാണുമ്പോഴും അവരുടെ ആ ബുദ്ധൻ്റെ ഇത് കണ്ടില്ലേ, ഈ പ്രസാദം കണ്ടില്ലേ, ഇതെന്തോരം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളിങ്ങനെ
മുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അവിടെ പ്രസാദമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഇവരവിടെ എല്ലാവരും അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. അവിടെ ഒരു വലിയ മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്, ഒരു വലിയ ബെല്ല്, എന്തിനാണെന്നറിയില്ല, അതൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തിംഫു ഓൾമോസ്റ്റ് എല്ലാം കാണാം. ഇതാണ് ആ മൗണ്ടൻ. ആ മൗണ്ടൻ്റെ ബാക്കിൽ ആ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ, എന്ത് രസമാണ് കാണാൻ. അത് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെയാണ് ഇവരിങ്ങനെ ഇട്ടിങ്ങനെ കത്തിക്കും കേട്ടോ. ഈ കത്തിക്കുന്നതിന് നമ്മൾക്ക് അമ്പലത്തിലൊക്കെ ഈ ഗണപതി ഹോമത്തിനൊക്കെ ചെല്ലുമ്പോൾ ഒരു മണമില്ലേ, ഇതാ ഞാൻ പറഞ്ഞ ആ ബെല്ല്, വലിയൊരു ബെല്ലുണ്ട് ഇവിടെ. ആ ഒരു മണമാണ് ഇവിടെ നിൽക്കുമ്പം. ഞാൻ പറഞ്ഞില്ല, ഗണപതി ഹോമത്തിൻ്റെയൊക്കെ കത്തിക്കുമ്പോൾ ഒരു മണം. ഇവരെപ്പോഴും എല്ലായിടത്തും ഈ സംഭവം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വേസ്റ്റും ഇവിടെ വരുന്ന എല്ലാ കവറുകളും ഇങ്ങനെ കത്തിച്ച് കളയുന്നതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഫുൾ മോംസാണ്. ഇവർ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ പറയില്ലേ, നമ്മുടെ റിംബോച്ചി എന്നൊക്കെ പറയില്ലേ, നമ്മുടെ യോധ മൂവി, അതൊക്കെ ഓർമ്മ വരും ഇവിടെ നിന്ന് അവരെ കാണുമ്പം. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത്, അടുത്ത് പോകുന്നത് ഹിന്ദു ടെമ്പിളാണ്. അതായത് ഭൂട്ടാനിൽ ഒരു ഹിന്ദു ടെമ്പിളിലേക്കാണ് പോകുന്നത്, അതും തിംഫുലാണ്. അപ്പം നമ്മളവിടെ ചെല്ലുമ്പം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആദ്യം വിചാരിച്ചത് ഗേറ്റ് അടച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് സൈഡിൽ കൂടെ കയറാൻ പറ്റും. ഇല്ല, മെയിൻ ഗേറ്റ് അടച്ചിട്ടേ ഉള്ളൂ, നമുക്ക് ആ സൈഡിൽ കൂടെ എൻട്രി ഉണ്ട്. അവിടെയും എൻട്രി ഫീസ് കൊടുക്കണം. അവിടെയും 500 റുപ്പീസ് നമ്മൾ എൻട്രി കൊടുത്തിട്ടാണ് അല്ല, ഇവിടെ ഫ്രീ ആട്ടോ. ഇവിടെ ശരി, ഈ ഹിന്ദു ടെമ്പിളിൽ നമുക്ക് ഫ്രീ ആണ്, കാശൊന്നും കൊടുക്കണ്ട. അങ്ങനെ നമ്മൾ അകത്ത് കയറി. അവിടെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ അലൗഡ് അല്ല. പക്ഷേ ഇവിടെ എന്ത് രസമാണെന്നറിയാവോ, ഇവിടെ നിറയെ ചെടികൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റി പൂക്കളാണ്. ഈ റോസ് കണ്ടോ, ഈ റോസിൻ്റെ കളർ കണ്ടോ, ഇതിൽ അധികം മുള്ളില്ല കേട്ടോ ഈ റോസിൻ്റെ കമ്പിന്. പക്ഷെ ഭയങ്കര രസമായി ഫ്ലവർ കാണാൻ. ഞങ്ങൾ അമ്പലത്തിനേക്കാളും കൂടുതൽ ഇവിടുത്തെ ഫ്ലവറുകൾ കണ്ടു നിന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന പൂവാണ്, പക്ഷേ ഈ പൂവിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് കളറാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, ഞങ്ങൾ സ്റ്റേ ചെയ്ത അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നല്ലോ, ആ സ്കൂളിങ്ങനെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ചെടികളും പൂക്കളും കണ്ട് പിന്നെ നമ്മൾ അകത്തോട്ടൊന്നും വീഡിയോസ് അലൗഡ് അല്ലായിരുന്നു. ഇവിടെ അകത്തുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു ശിവൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഇതാണ് ആ ടെമ്പിൾ. ശിവൻ്റെ സ്റ്റാച്ചു ഉണ്ട്, നവഗ്രഹങ്ങളുണ്ട്, പിന്നെ അകത്ത് ദേവിയുണ്ട്, ഗണപതിയുണ്ട്. ഇതൊക്കെയായിരുന്നു അകത്തുണ്ടായിരുന്ന ഹിന്ദു പ്രെയർ. അതായത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഹിന്ദുയിസം ഉള്ള, കൂടുതലും ഭൂട്ടാൻ്റെ ആൾക്കാരുണ്ട്. ഈ റോസ് കണ്ടോ, ഈ ചെടി കണ്ടില്ല, ഇങ്ങനെ പല വെറൈറ്റി. നമ്മളിങ്ങനെ സാധാരണ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ ചുമ്മാ കിളുത്ത് നിൽക്കുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് കണ്ടാണ് ആപ്പിൾ തോട്ടം. ആപ്പിൾ ഫുൾ ചെടികളും പൂത്ത് നിൽക്കുക. കുറച്ച് നാളത്തേക്ക് കഴിയുമ്പോൾ അതൊക്കെ കായ്ക്കുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. അങ്ങനെ കുറച്ച് നേരം നമ്മളിതൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു. ഇനി നമുക്ക് അടുത്ത കാഴ്ച കാണാൻ പോവാം. ഇന്നത്തെ ദിവസം ആക്ച്വലി ഞങ്ങൾക്ക് കാണാനുള്ള കുറേ നല്ല കാഴ്ചകളായിരുന്നു. അങ്ങനെ ബുദ്ധൻ്റെ സ്റ്റാച്യു കണ്ടു, ഹിന്ദു ടെമ്പിൾ കണ്ടു. ഇനി നമ്മൾ പോകാൻ പോകുന്ന അടുത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ സിംപ്ലി ഭൂട്ടാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സിംപ്ലി ഭൂട്ടാൻ. ഭൂട്ടാൻ കാണാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യാത്രയാണ്, നല്ല യാത്രയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം.